നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടരുമ്പോൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നഥാൻസിലൊക്കെയുള്ള ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. പക്ഷേ അവരെല്ലാം ലക്ഷ്യമിടുന്നത് ഫോർദോയിലുള്ള ഇറാൻ്റെ ആണവ കേന്ദ്രമാണ്. വലിയൊരു പർവ്വതനിരയിലാണ് ഈ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ കട്ടിയുള്ള പാറക്കെട്ടുകൾക്കിടയിൽ ഭൂമിക്കടിയിലാണ് ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് 285 അടി ആഴത്തിലാണ് ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇത് ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറാൻ സൈന്യത്തിൻ്റെ അതിശക്തമായ കാവൽ ഇവിടെയുണ്ട്. കൂടാതെ ഇത്രയും ആഴത്തിൽ ആക്രമണം നടത്താനുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ ആണവ കേന്ദ്രം ആക്രമിക്കാൻ പറ്റിയ ബോംബ് കൈവശമുള്ളത് അമേരിക്കയിൽ മാത്രമാണ്. അത് അമേരിക്കയുടെ കൈവശമുള്ള അതീവ പ്രഹരശേഷിയുള്ള ആ ബോംബ് ഉപയോഗിച്ച് മാത്രമേ ഈ ആണവ നിലയം തകർക്കാൻ കഴിയുകയുള്ളൂ. മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ ഇനത്തിൽപ്പെട്ട GBU 57A-B എന്ന ഈ ബോംബ് ഉപയോഗിച്ച് മാത്രമേ ഈ ആണവ നിലയം തകർക്കാൻ കഴിയുകയുള്ളൂ. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് 14,000 കിലോ തൂക്കമുള്ളതാണ് ഈ ബോംബ്. ഓരോ ബോംബിലും 2,500 കിലോ സ്ഫോടന വസ്തുക്കളുണ്ട്. നിരനിരയായി ഈ ബോംബുകൾ താഴേക്കിടാൻ കഴിയും. പക്ഷേ ഇവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയുടെ കൈവശമുള്ള ഇതിനായി പ്രത്യേകം നിർമ്മിച്ച വിമാനത്തിൽ മാത്രമേ ഇത്രയും ഭാരമുള്ള ഈ ബോംബ് കൊണ്ടുപോകാനും അത് താഴേക്കിടാനും കഴിയുകയുള്ളൂ. അതല്ലാതെ മറ്റ് ബോംബുകളോ മിസൈലുകളോ പോലെ ഇസ്രായേൽ അവ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം അവരുടെ വിമാനങ്ങൾ ഘടിപ്പിച്ച് കൊണ്ടുപോയി ആക്രമിക്കാൻ നടക്കുകയില്ല. ഇത് ഇസ്രായേലിനെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിന് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും പറയുന്നത്, എന്നാൽ ഇസ്രായേൽ സൈന്യം പറയുന്നത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബൊന്നും ഇല്ലാതെ തന്നെ തങ്ങൾക്കിത് തകർക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അതെങ്ങനെ എന്നുള്ള കാര്യം മാത്രം അവർ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. തങ്ങൾക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യവും അവിടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും പലവട്ടം തെളിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേൽ സൈന്യം ഇറാൻ ആക്രമിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ, എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ മൊസാദ് ഏജൻറ്റുമാർ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി അവിടെ ഒരു ഡ്രോൺ നിർമ്മാണ ഫാക്ടറി തുടങ്ങിയിട്ട് പോലും അത് ഇറാൻ സർക്കാരിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ തങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിൽ അവിടെ ഇറാന് ഒരു രഹസ്യ ഭൂഗർഭ മിസൈൽ നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു. ഇത് മൊസാദ് ഏജൻറ്റുമാരെത്തി കണ്ടുപിടിക്കുകയും കൃത്യമായി അവിടെ എത്തി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി ആ ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രം പൂർണ്ണമായി തകർക്കാനും തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇതേ രീതിയിൽ എന്താണ് തങ്ങളുടെ തന്ത്രമെന്ന് വെളിപ്പെടുത്താതെ ഈ ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തതുപോലെ തന്നെ തങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇറാൻ്റെ ഈ ആണവ കേന്ദ്രം തകർക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. അതേസമയം ഫോർദോ ആണവ നിലയത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നത്. അവരുടെ സൈന്യത്തിൻ്റെ കൂടാതെ അവരുടെ മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളെയൊക്കെ തന്നെ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. ഈ മേഖലയാകെ വളഞ്ഞ് ഒരു തരത്തിലുമുള്ള ആകാശം വഴിയോ ഭൂമി വഴിയോ ഒക്കെ തന്നെയുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയാണ് അവർ കാത്തിരിക്കുന്നത്. ഇവിടെ ഇറാനുള്ളൊരു പ്ലസ് പോയിൻ്റ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾക്കൊരിക്കലും അമേരിക്കയുടെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടാൻ കഴിയുകയില്ല. അതിന് അമേരിക്ക തന്നെ നേരിട്ട് വരണം. അങ്ങനെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നേരിട്ടെത്തി ആക്രമണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിയായി എന്നുള്ള ഒരു സ്ഥിതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ. തൽക്കാലത്തേക്ക് ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് ഇറാന് അമേരിക്ക വീണ്ടും സമയം അനുവദിച്ചിരിക്കുകയാണ് ആണവ നിരായുധീകരണം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ശക്തമായ ഭീഷണി ഉയർത്തിയിരുന്നു. ഇറാൻ ആക്രമിക്കുന്ന ഒരു ആണവ നിലയം തകർക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി അമേരിക്ക ആക്രമിക്കുമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ബ്രിട്ടൻ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുമായി മുന്നോട്ട് ഇറങ്ങിയതും അങ്ങനെ അമേരിക്ക തൽക്കാലത്തേക്ക് ഇറാൻ ആക്രമിക്കേണ്ടതില്ല എന്നുള്ളൊരു താൽക്കാലിക തീരുമാനമെടുത്തതും. പക്ഷേ അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ആണവ നിലയം ആ നിമിഷം തകരും. കാരണം ഇത്രയും സംവിധാനങ്ങളുള്ള ബോംബ് കൈവശമുള്ള ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്. ഈ ബോംബുകൾക്കുള്ളൊരു മറ്റൊരു പ്രത്യേകത, അമേരിക്കയുടെ കൈവശമുള്ള ബോംബിനുള്ളൊരു പ്രത്യേകത, ഇത് നേരെ ഭൂഗർഭ അറയിലേക്ക് കടന്നതിന് ശേഷം മാത്രമായിരിക്കും പൊട്ടിത്തെറിക്കുക. അങ്ങനെ ഇത് ആഴത്തിൽ വലിയൊരു ഗർത്തം സൃഷ്ടിക്കും. തൊട്ട് പിന്നാലെ എത്തുന്ന ബോംബുകൾ വീണ്ടും വീണ്ടും ഇതിൻ്റെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 285 അടി താഴ്ചയിലുള്ള ഈ തുരങ്കത്തെ നിസ്സാരമായി ഇവർക്ക് ഇല്ലാതാക്കാൻ കഴിയും. പക്ഷേ അമേരിക്ക തൽക്കാലത്തേക്ക് പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം നോക്കുമ്പോൾ ഇറാൻ സുരക്ഷിതരാണ്. പക്ഷേ സംഗതി ഇസ്രായേലാണ്, മൊസാദാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അടുത്ത തന്ത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അത് പ്രവൃത്തി നടക്കുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാന് അല്പം ഭയക്കേണ്ട കാര്യവുമുണ്ട്.